എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എൻട്രി? മിമിക്രി ചെറുപ്പം തുടങ്ങി പരിപാടികളിലുണ്ട്. എനിക്ക് സംസ്ഥാന യുവജനോത്സവത്തിൽ മിമിക്രിക്ക് ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം സമ്മാനമൊക്കെ കിട്ടി. അന്നാണ് ആദ്യമായിട്ട് പത്രത്തിൽ ഫോട്ടോ. അന്ന് ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒരു തീമായിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വരും. അതിൽ സ്റ്റാറുകളുടെ ശബ്ദം മാത്രമല്ല, ഒരു തീം ഉണ്ടാവും. അതിൽ എല്ലാ ശബ്ദങ്ങളും മാക്സിമം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിസുകൾ അതിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുക. അങ്ങനെ ആണ് ഒരു തീമായിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഫോട്ടോ വയ്ക്കുന്നത്. ആ സമയത്താണ് എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായി. അപ്പോൾ അതിൽ നിഷാദ് ഖാൻ എന്ന് പറഞ്ഞ അതിൻ്റെ സിബി മലയിൽ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നെ വിളിക്കുകയായിരുന്നു. എടാ ഇവിടെ വാ, ഡയറക്ടറെ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ സിബി സാറിനെ ഇങ്ങനെ ജസ്റ്റ് കണ്ടുള്ളൂ. പുള്ളി അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജയിലിൻ്റെ സീനാണ്, ദുർഗുണ പരിഹാര പാഠശാല. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ പിടിച്ച് നിർത്തി, മുടിയൊക്കെ പറ്റ ഇട്ടിട്ട്. എന്നിട്ട് ഒരു ഡയലോഗുള്ളൊരു സീൻ വന്നു കഴിഞ്ഞപ്പോൾ സിബി സാർ വന്നിട്ട് ചോദിച്ചു, ഇതിൽ ആരാണ് ഡയലോഗ് പറയണതെന്ന് ചോദിച്ചു. ഈ നിഷാദേട്ടന് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ നീ പറഞ്ഞോളൂ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറയാം ഡയലോഗ് പറഞ്ഞത്. ഒരു റിഹേഴ്സൽ നോക്കി. അപ്പോൾ ആ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പോൾ സിബി മലയിൽ സാർ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. അപ്പോൾ ആ ക്രൂ മൊത്തം കൈയടിച്ചു. ക്ലാസ് കൂടി. അപ്പം നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ സിബി മലയിൽ സാറാണല്ലോ വന്നിട്ട് ഷെയ്ക്കാൻ്റെ തന്നത്. പിന്നെ ആ സിനിമയിലുള്ള കുറേ സീനുകൾ എന്നെ ഉൾപ്പെടുത്തി. ഇങ്ങനെ എന്താണ് കുഞ്ചു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പോലെ അതിൽ എല്ലാ ജയിലിൽ വരുമ്പോൾ കാളിദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണതൊക്കെ ഞാനാണ് സലിംകുമാറിൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ അതിന് ശേഷം സിബി സാറിൻ്റെ അമൃതം എന്ന് പറഞ്ഞ പടത്തിലൊരു നല്ല ത്രൂട്ടുള്ളൊരു റോള്, നന്ദക്കേട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിനുശേഷം പിന്നെ മായാവി, പളുങ്ക്, കഥ പറയുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ഒരുപാട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ശരിക്കും സഹു തന്നെയാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും.